Good afternoon. Good afternoon. അവിടെ റിഹേഴ്സൽ വന്നിട്ട് മാം സൗണ്ട് ഭയങ്കര എന്താ മാമിന്റെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ട്. ഇവിടെ എന്തോ വിളിച്ചു പറയുന്നതാ മൈക്കിൽ കൂടെ. ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടോ? നോ മാം, നോ മാം. എന്തോ ഇലക്ഷന്റെ എന്തോ ഒരു പാർട്ടിയുടെ എന്തോ കാര്യങ്ങൾ എന്തോ വിളിച്ചു പറയുന്നതാ. ജനറൽ ക്ലോസ് ചെയ്തു. ആര് സർ എന്തോ പറയുന്നുണ്ട്, കോൺവൊക്കേഷന്റെ പ്രാക്ടീസ് ആവുന്നുണ്ട്, സൗണ്ട് കേൾക്കുന്നതെന്ന് ചോദിക്കലുണ്ട് സാറ്. അപ്പൊ അങ്ങനെ വിചാരിച്ചു. ഇല്ല ഡാൻസിന്റെ പ്രാക്ടീസ് ഇല്ല കേട്ടോ, ഇത് വേറെയാ. ഓക്കെ. അപ്പൊ മാം ഡാൻസ് പ്രാക്ടീസ് ആക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഡാൻസ് പ്രാക്ടീസ് ഇപ്പൊ നടത്തുന്നില്ല. ഡാൻസ് പ്രാക്ടീസ് നടത്തുന്ന സമയം 12:30 ആകും. അപ്പോഴാണ് നിങ്ങൾ കേൾക്കുന്നത് അല്ലേ? 12:01 ടീച്ചേഴ്സ് ഒക്കെ അവൈലബിൾ ആകുന്ന സമയമാണ്, അപ്പോഴാണ് നടത്തുന്നത്. ഓക്കെ. പ്രയർ ചെയ്തോളൂ കേട്ടോ. പ്രയർ. Bind us together, bind us together, Lord. For the candle, for that. Bind us together, Lord. Bind us together. മതിയാക്കി മാം, അവള് പറഞ്ഞു. ഓക്കെ. സൈനിൻ ആരാണ്? സൈൻ ഇൻ ചെയ്യാൻ അങ്കിത സൈൻ ഇൻ ചെയ്യൂലേ? സൈൻ ഇൻ. പറഞ്ഞോളൂ. Good afternoon, everyone, and welcome to today's live class. It is wonderful to see you all joining. We are excited to dive into today's lesson with Ashwati ma'am. Please feel free to ask a question anytime, and let's make this a productive and engaging learning section together. Let's get started. Thank you, ma'am. Thank you all. Okay. Total dog. Small steps every day lead to big achievement. ഓരോ ദിവസത്തെയും ചെറു ചുവടുകൾ വലിയ നേട്ടങ്ങളിലേക്ക് നയിക്കുന്നു. ഓക്കെ, നമുക്ക് തുടങ്ങാം. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടം വരെയാണ് പറഞ്ഞു നിർത്തിയത്? കമ്മ്യൂണിക്കേഷൻ അല്ലേ എടുത്തോണ്ടിരുന്നത്? ഓർമ്മയില്ലേ? യെസ് മാം. ഏത് പാട്ടാണ് എടുത്തോണ്ടിരുന്നത്? ഏത് ഭാഗമാണ്?
ആ പിരമിഡ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. തോന്നുന്നത് എന്താണ് ലഹാൻ? കമ്മ്യൂണിക്കേഷൻ വിത്ത് മാനേജ്മെന്റ് ആണ് എടുക്കാൻ തോന്നുന്നത്. ആണല്ലേ? കമ്മ്യൂണിക്കേഷൻ വിത്ത് മാനേജ്മെന്റ് അല്ലേ? ആ റിലീജിയൻ വേറെ കറക്റ്റ് മാം. ഓക്കെ, ഒരാളൊന്ന് റീഡ് ചെയ്യാമോ? ഇതൊന്ന് റീഡ് ചെയ്യാമോ? കമ്മ്യൂണിക്കേഷൻ വിത്ത് മാനേജ്മെന്റ്. മാം എന്റെ കൈമ ടെക്സ്റ്റ് ബുക്കിൽ, ഞാൻ നാട്ടിലുള്ളത് മാം. ഓക്കെ. കമ്മ്യൂണിക്കേഷൻ വിത്ത് മാനേജ്മെന്റ് എടുത്ത് കഴിഞ്ഞായിരുന്നു, അല്ലെങ്കിൽ അതിന് തുടങ്ങാൻ പോകുന്നേ ഉള്ളോ? തുടങ്ങുന്നതേ ഇല്ല മാം. റിലീജിയൻ ഗ്രൂപ്പ് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. അതിന്റെ നെക്സ്റ്റ് പോയിന്റ് മുതൽ തുടങ്ങാനുണ്ട്. റിലീജിയസ് ഗ്രൂപ്പ് പറഞ്ഞായിരുന്നോ? കംപ്ലീറ്റ് ചെയ്തായിരുന്നു? ഞാൻ പറഞ്ഞായിരുന്നു റിലീജിയസ് ഗ്രൂപ്പ്. ഓക്കെ, എന്തായാലും ആരും റിപ്ലൈ തന്നില്ല. റിലീജിയസ് ഗ്രൂപ്പ് അങ്കിത് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞായിരുന്നോ? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? യെസ് മാം, ഞാൻ അത് വായിച്ചിട്ട് പറഞ്ഞ പിന്നെ മാം ചെറുങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു മാം. ഓക്കെ. അപ്പോ അവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയ കാര്യം എന്ന് പറഞ്ഞാല് എല്ലാ അതായത് റിലീജിയസ് ബേസ്ഡ് ആയിട്ടുള്ള സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്, പലതരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, നമുക്ക് കാണാറുണ്ട്. അപ്പോ അവിടെ ചില എന്താ പറയാ, ചില കാര്യങ്ങൾ ഫോളോ ചെയ്യാറുണ്ട് അല്ലെ? മറ്റ് സ്കൂളുകളിൽ നിന്ന് ഇപ്പോ ഒരു ക്രിസ്ത്യൻ സ്കൂൾ ആണെങ്കിൽ നമുക്കറിയാം പല കാര്യങ്ങളും, പ്രയർ പോലുള്ള കാര്യങ്ങള്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരു ബുക്ക് ഉണ്ട്, സന്മാർഗ പാഠാവലിയോ അങ്ങനെ എന്തോ. ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? മാം, അവർക്ക് കാറ്റീസം ബുക്ക് ഉള്ളപ്പോ ബാക്കിയുള്ളവർക്ക് മോറൽ സയൻസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ബുക്ക് ഉണ്ട്. മോറൽ സയൻസ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. ആ ബുക്ക് നമ്മളെ കൂടി പഠിപ്പിക്കും. എന്നിട്ട് അതിന് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ എക്സാമിനൊക്കെ നമ്മളെ പങ്കെടുപ്പിക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് അവർ ആ മോറൽ സയൻസ് നമ്മളെ പഠിപ്പിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? ബേസിക് ആയിട്ട് എന്ത് ആവശ്യം കൊണ്ടായിരിക്കാം അത് പഠിപ്പിക്കുന്നത്? സൊസൈറ്റിനെ കുറിച്ച്, ഐ മീൻ ഔട്ടർ സൈഡിലത് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ടല്ലോ മാം മോറൽ സയൻസ്. ചില നല്ല ഗുണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞു റിലീജിയസ് ആയിട്ടുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഉണ്ട്. അപ്പോ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവര് ഇപ്പൊ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ഇപ്പൊ പ്രയർ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മോറൽ സയൻസ് പോലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാവരും എന്താ പറയാ, നല്ല രീതിയിൽ അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, അവരുടെ മോറൽ വാല്യൂ വർദ്ധിപ്പിക്കുന്നതിനും, എല്ലാവർക്കും പീസ് ആൻഡ് ഹാർമണി പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ് എന്ത് ചെയ്യുന്നത്, ഇത് അവർ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് റിലീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നിനെയും നമ്മളെ വേർതിരിച്ച്, ഡിസ്റ്റർബൻസ് വരുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, അതായത് റിലീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ മാറ്റി നിർത്തേണ്ട യാതൊരു കാര്യമില്ല. കാരണം എല്ലാ മനുഷ്യരുടെയും, പ്രത്യേകിച്ച് കുട്ടികളുടെ ഡെവലപ്മെന്റിനും അവരുടെ പീസ് ആൻഡ് ഹാർമണിക്കും വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു പർട്ടിക്കുലർ റിലീജിയനെ നമ്മൾ എന്ത് ചെയ്യണ്ട, സ്പെസിഫൈ ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. എല്ലാ റിലീജിയന്റെയും ലക്ഷ്യം, ഇപ്പോ ഇസ്ലാമിക് സ്കൂളുകളുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ ചില റൂൾസ് ഉണ്ട്, റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? ചിൽഡ്രൻസിന്റെ ഹാർമണി ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, ആ ഒരൊറ്റ കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, then അടുത്തത് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ മാനേജ്മെന്റ് ആണ്. ദ ടീച്ചർ ഷുഡ് നോട്ട് കോൺടാക്ട് ദ ടോപ്പ് മാനേജ്മെന്റ് ഓഫൺ even with her from superior. Daily duty is to wish in the morning and get permission while leaving from the school. അതായത് ഒരു ടീച്ചർ എന്ന് പറയുന്നത് എപ്പോഴും മാനേജ്മെന്റിനെ കാണാനായിട്ട് ടീച്ചർക്ക് സാധിക്കില്ല അല്ലെ? ഏത് സമയം മാനേജ്മെന്റുമായിട്ട് ടീച്ചർക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല
ഇല്ല, ഒരിക്കലും ഇല്ല. ഒരു സുപ്പീരിയർ ഉണ്ടാകും അല്ലെ, ഒരു ഹെഡ് ഉണ്ടാകും. ആ സുപ്പീരിയറിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, റെസ്പെക്ട് ചെയ്തിരിക്കണം. അവര് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ അനുസരിക്കേണ്ടത്. അപ്പോ ടീച്ചർക്ക് ഡെയിലി ഡ്യൂട്ടിയിൽ വരുന്ന കാര്യങ്ങളാണ് അവരെ കാണുമ്പോൾ വിഷ് ചെയ്യുക. അതായത് മോർണിംഗിൽ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് പറയുക, അവരെ വിഷ് ചെയ്യുക. പിന്നെ പോരുന്ന സമയത്ത് അവരോട് പെർമിഷൻ ചോദിക്കുക. അപ്പൊ ഇതൊക്കെയാണ് ഒരു ടീച്ചറിന്റെ ബേസിക് ആയിട്ട് സുപ്പീരിയർ കാണുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിലും ഏതൊരു സ്കൂളിലാണെങ്കിലും ഒരു ഹെഡ് ഉണ്ടാവും. ഹെഡ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി നമ്മൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കൺസേൺസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പ് മാനേജ്മെന്റിനെ അറിയിക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് പേജ് എന്ന് നിങ്ങൾ റീഡ് ചെയ്യൂ കേട്ടോ. പാരന്റ്സ് ചിൽഡ്രൻ. റീഡ് ചെയ്ത് കഴിയുമ്പോൾ തമ്പ് ചെയ്യാം. ഫസ്റ്റ് വൺ മാത്രമല്ല മാം, പാരന്റ്സ് മാത്രമല്ല. സെക്കൻഡ് വൺ ചിൽഡ്രനും റീഡ് ചെയ്യാം കേട്ടോ. മാം അത് PDF ഒന്ന് മോളോട്ടാ. ആ ഓക്കെ.
വായിച്ചു കഴിഞ്ഞെങ്കിൽ തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, എന്താണ് സുജിത പാരന്റ്സ് എന്താണ് അവിടെ പറയുന്ന പാരഗ്രാഫില്? ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഇത് ഈ ഒരു വായിക്കണോ ഞാൻ? വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തോളൂ. Modern education management feels like parents as customers, so teachers should have to be calm and polite even if the parents should shout or use debris words. The teacher should not lose temper. Teachers should avoid meeting the parents or discussing with the parents anywhere outside of the school. Even in the school, she should not yield to any undue expectation of the parents. Many times, parents are communicated by the management through the teacher only. While carrying the instructions of the management to the parents, teachers should not add her own private opinion. Only decisions of the management should have to be dispatched to the parents, not all the discussions. ഇതിൽ പറയുന്നത് ഇന്നത്തെ എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് പാരന്റ്സിനെ അവരുടെ കസ്റ്റമേഴ്സ് ആയിട്ടാണ് കാണുന്നത് എന്നാണ് പറയുന്നത്. അതിന്റെ കാര്യം തന്നെ അവർ ടീച്ചേഴ്സ് ചില പാരന്റ്സ് മീറ്റിങ്ങിലൊക്കെ കാണുന്നത് ഇപ്പോഴും നിലനിന്ന് പോകുന്ന കാര്യമാണ്. ചില ടീച്ചേഴ്സ് പാരന്റ്സ് മീറ്റിങ്ങിൽ വരുമ്പോൾ പാരന്റ്സ് വളരെ കർക്കശമായിട്ട് തന്നെ ടീച്ചേഴ്സിനോട് സംസാരിക്കുന്നത്. അത് ചിലപ്പോൾ ഷൗട്ട് ചെയ്യും. കുട്ടികളുടെ ഭാഗം മാത്രം ചിന്തിച്ചുകൊണ്ട് അവർ സംസാരിക്കും. അവരുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ അവർ ചില പാരന്റ്സ് വളരെ റൂഡായിട്ട് സംസാരിക്കുന്ന പാരന്റ്സ് ഉണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ പോലും ടീച്ചേഴ്സ് അവരുടെ ദേഷ്യം മുന്നോട്ട് കാണിക്കാതെ ക്ഷമയോടുകൂടി അവർ പറയുന്നത് കേട്ട് അവർക്കുള്ള റിപ്ലൈ കൊടുക്കാൻ തയ്യാറാവണം. പിന്നെ ടീച്ചേഴ്സ് അവരെ പേഴ്സണലി മീറ്റ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാതെ ശ്രദ്ധിക്കണം. പിന്നെ അവർക്ക് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും പറയാനുണ്ട്, എന്തെങ്കിലും ടീച്ചേഴ്സിന് പേഴ്സണലി എന്തെങ്കിലും ഒരു പാരന്റ്സിനോട് പറയാനുണ്ട് എന്നുള്ളൊരു ചിന്ത അവർക്ക് ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ പുറത്തുനിന്ന് കണ്ടാലും അവര് സ്റ്റുഡൻസ് സ്കൂൾ ബേസ്ഡുള്ള കാര്യങ്ങൾ സംസാരിക്കാതെ മറ്റു കാര്യങ്ങൾ സംസാരിക്കുന്ന രീതിയിലേക്കുള്ള സംസാരങ്ങൾ മാത്രം ആവണം എന്ന് പറഞ്ഞത്. അത് പുറത്തുനിന്ന് കാണുന്ന ടീച്ചേഴ്സ് അവരോട് കണ്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കരുത് എന്നുള്ള കാര്യം ഇതിൽ പറയുന്നുണ്ട്. ഇതുപോലെ ഇപ്പൊ ടീച്ചേഴ്സ് പാരന്റ്സിനെ ഇപ്പം ഡയറിയിലൊക്കെ എഴുതി കൊടുത്തു വിടുന്ന നോട്ടീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പം ഡയറിയിൽ എഴുതി കൊടുക്കുന്ന രീതിയുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് എഴുതി അറിയിക്കരുത്. അത് മാനേജ്മെന്റിന്റെ മൊത്തത്തിലുള്ള ഒരു അറിയിപ്പായിട്ട് മാത്രം പാരന്റ്സിനെ അറിയിക്കണം എന്നാണ് കൂടെ ഇതിൽ പറയുന്നുണ്ട്. അതായത് മോഡേൺ എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് പാരന്റ്സിനെ കസ്റ്റമേഴ്സ് ആയിട്ടാണ് കാണുന്നത് അല്ലെ? കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യും അല്ലെ കസ്റ്റമേഴ്സിനെ. ഏതെങ്കിലും ഒരു ഷോപ്പില് നമ്മൾ പല ഷോപ്സുകളിൽ പോവാറുണ്ട്, ഹോസ്പിറ്റലിൽ പോവാറുണ്ട് അല്ലെ, പലതരം സ്ഥാപനങ്ങളിൽ നമ്മൾ പോവാറുണ്ട്. അപ്പോൾ നമ്മളെ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് മോഡേൺ എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നത്? പാരന്റ്സിനെയും ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, പണ്ടത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാല് പാരന്റ്സ് എന്ന് പറഞ്ഞാല് പേടിച്ചിട്ടായിരിക്കും സ്കൂളിൽ ചെല്ലുക. എന്തെങ്കിലും ഒരു അതായത് ചിൽഡ്രൻസിന്റെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റുമായി ബന്ധപ്പെട്ട് ആ കുട്ടിയുടെ പാരന്റ്സ് സ്കൂളിൽ ചെല്ലുമ്പോൾ ശരിക്കും പറഞ്ഞാല് ഹെഡ് മാസ്റ്ററിന്റെ ഒക്കെ മുമ്പിൽ പേടിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. അവര് ഒന്നും അങ്ങോട്ട് പറയില്ല. നമുക്കത് കാണാൻ പറ്റും മുമ്പത്തേക്ക് ഒരു രീതിയിൽ. ഇപ്പൊ നമ്മൾ പഠിച്ചിരുന്ന കാലത്താണെങ്കിൽ പോലും അല്ലെ, റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലേ? അങ്ങനെ പറ്റുന്നുണ്ട് അല്ലെ? യെസ്. അപ്പോ അവിടെ പാരന്റ്സിന് ശരിക്കും പറഞ്ഞാല് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല പണ്ടത്തെ കാലത്ത്. അതായത് ആ ടീച്ചർ എന്ത് പറയുന്നു അല്ലെങ്കിൽ ആ ഹെഡ് എന്ത് പറയുന്നു, ഇപ്പോ ടീച്ചർ പറയാണ് കുട്ടി കുറ്റം ചെയ്തു അതുകൊണ്ട് പണിഷ്മെന്റ് കൊടുത്തു.
നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയിൽ ഉണ്ടായിട്ടുള്ള കുറവാണ് ആ കുട്ടി തെറ്റ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാല് അതേപടി അതനുസരിച്ചിട്ട് ആര് പോരും? പാരന്റ്സ് പോരും. പക്ഷെ ഇന്നത്തെ പാരന്റ്സ് അങ്ങനെയാണോ? എന്താ വ്യത്യാസം? ഇന്നത്തെ പാരന്റ്സ് എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റഡ് ആണ്, വെൽ എഡ്യൂക്കേറ്റഡ് ആണ് അല്ലേ? അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന പാരന്റ്സ് ആണ് ഇപ്പോ. എന്താണ്? അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന പാരന്റ്സ് ആണ്. അതായത് മുമ്പെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം അച്ഛനും അതായത് ഭാര്യക്കും ഭർത്താവിനും ജോലി ഉണ്ടാവും അല്ലെ? വെൽ എഡ്യൂക്കേറ്റഡ് ആയിരിക്കും അവര്. അപ്പോ അവർക്ക് എന്തും പറയാനായിട്ടുള്ള കൂടുതൽ അവയർനെസ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ നിയമത്തിൽ, എഡ്യൂക്കേഷണൽ റൂൾസിൽ കുറേയധികം എന്താ പറയാ കുട്ടികൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള കുറേയധികം നിയമങ്ങൾ ഉണ്ട് അല്ലെ? കുട്ടികളെ അടിക്കാൻ പാടില്ല, അവരെ ശാസിക്കാൻ പാടില്ല, ഭയങ്കര അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പിന്നെ കേസായി, ന്യൂസായി അല്ലെ? നമ്മൾ കാണാറുണ്ട് അല്ലെ? കുട്ടിയെ അടിച്ചു, അതായത് അധ്യാപകൻ അടിച്ചു എന്ന് പറഞ്ഞിട്ട് പരാതികളൊക്കെ കിട്ടാറുണ്ട് അല്ലെ? അതായത് ബാലാവകാശ കമ്മീഷനിലൊക്കെ എന്ത് പോകും? ഈ ഒരു പരാതി പോകും, പിന്നെ അധ്യാപകന്റെ ജോലി പോകും അല്ലെ? അങ്ങനെ പലതരത്തിലുള്ള നൂലാമാലകൾ ഇതിന്റെ പുറകിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് പാരന്റ്സിനെ കസ്റ്റമേഴ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അവർക്ക് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. ആർക്ക്? പാരന്റ്സിന്. അപ്പോ അവർക്ക് എന്ത് വേണമെങ്കിൽ ആരോട് പറയാം? ടീച്ചറിനോട് പറയാം. ഓക്കെ. അതായത് നിങ്ങളുടെ ടീച്ചിങ് സ്റ്റൈൽ ശരിയല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചിങ് മെത്തേഡ് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് നേരിട്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? കംപ്ലൈന്റ് ചെയ്യാം. ഇനി അതും അവര് കേട്ടില്ലെങ്കിൽ ഹെഡിനോട് പോയിട്ട് കംപ്ലൈന്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ അങ്ങനെ ചില കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സ് ആയിട്ട് എന്നാൽ ചില സ്കൂളുകളിൽ ഇപ്പോഴും പഴഞ്ചൻ രീതികളൊക്കെ പിന്തുടരുന്ന സ്കൂളുകളുണ്ട് കേട്ടോ. എല്ലാവരും നമുക്ക് ഒരേപോലെ കസ്റ്റമേഴ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാന്ന് പറയാനായിട്ട് സാധിക്കില്ല. അതായത് ഈ റൂൾസ് പ്രൈവറ്റില് ഇതാണ്, ബട്ട് ഗവൺമെന്റിൽ ഇതും ആവില്ല. ആക്ച്വലി ഞാൻ എന്റെ ഓൺ എക്സ്പീരിയൻസ് തന്നെ പ്രൈവറ്റ് ടീച്ചേഴ്സിന് ഞങ്ങൾ പറഞ്ഞാലും അവർ മൈൻഡ് ആക്കൂല. അവര് പറയൂ വേണമെങ്കിൽ ഇരുത്തിക്ക, ഇല്ലെങ്കിൽ പോവാ, അങ്ങനെ പറയുന്ന ആൾക്കാരും ഉണ്ട്. അത് പ്രൈവറ്റിലാകുമ്പോ ഈ കസ്റ്റമർ സർവീസ് കിട്ടും, ബട്ട് ഗവൺമെന്റിൽ കിട്ടൂല. അതാണ് വ്യത്യാസമുണ്ട്. ഇപ്പൊ എന്റെ മോൻ പഠിക്കുന്ന സ്കൂളില് അതായത് ഒരു ഇഷ്യൂ വന്ന് അവൻ എന്നോട് പറഞ്ഞു. അതായത് അവന്റെ ഒരു കൂട്ടുകാരനുണ്ട്. അപ്പൊ ഈ കുട്ടി അധികം ടീച്ചർ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കില്ല, ചില സമയത്തൊക്കെ വേറെ ലോകത്തൊക്കെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ചില കാര്യങ്ങൾ എഴുതില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ആദ്യം ടീച്ചർ എന്ത് ചെയ്തു? ഈ കുട്ടിയെ ഒന്ന് പിച്ചി. ഓക്കെ. പിച്ചിയിട്ട് നല്ല രീതിയിൽ എന്താ പറയാ അവിടെ ചുവന്ന് തടിച്ചു, അതായത് റെഡിഷ് കളറായി അവിടെ. അപ്പൊ അവൻ എന്റെ മോൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അമ്മേ ഇങ്ങനെയാണ് ചെയ്തത്, നല്ല രീതിയിൽ ടീച്ചർ നല്ല രീതിയിൽ പിച്ചിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിൽ അവിടെ റെഡിഷ് കളറായി, അവൻ കുറച്ചു നേരം കരഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങള് അതായത് അവനോട് അവനത് പറഞ്ഞോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോ എന്റെ മോൻ പറയുവാണ് ഇല്ല, പറഞ്ഞില്ല, അവന് പേടിയാണ് പറയാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം എന്റെ മോൻ എന്നോട് വന്ന് പറയാണ്, അമ്മ ഇന്ന് ആ ടീച്ചർ അവനെ അതായത് നമ്മുടെ ബോർഡ് നടക്കുന്ന ഡസ്റ്റർ ഉണ്ടല്ലോ അത് വലിച്ചെറിഞ്ഞു, പക്ഷെ ഭാഗ്യത്തിന് കണ്ണിൽ കൊണ്ടില്ല എന്ന് പറഞ്ഞു. കണ്ണിൽ കൊണ്ടാൻ ആ കുട്ടിയുടെ കണ്ണിൽ കൊണ്ടാനെ, പക്ഷെ എന്തോ ഭാഗ്യത്തിന് ആ കുട്ടി തല എന്തോ വെട്ടിച്ചു, അപ്പൊ കണ്ണിൽ കൊണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇത് വിട്ട് കളയുന്നത്? ആ കുട്ടിയുടെ പാരന്റ്സ് വന്ന് ചോദിച്ചില്ലെങ്കിൽ പോട്ടെ, കുഴപ്പമില്ല, ഞാൻ വന്ന് ചോദിക്കാം ആ കുട്ടിക്ക് വേണ്ടി, നിനക്ക് ഓക്കെ ആണോ എന്ന് എന്റെ മോനോട് ഞാൻ ചോദിച്ചു. ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? നിനക്ക് ഓക്കെ ആണോ എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ മോൻ പറയാം അമ്മ ഒന്ന് പറയണ്ടോ, ആ ടീച്ചറോടൊന്നും ചോദിക്കണ്ട, ടീച്ചർ ഭയങ്കര സാധനമാണ്, അതിനോടൊന്നും ചോദിക്കണ്ട, അമ്മ എങ്ങാനും ചെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്റെ മാർക്ക് ആ ടീച്ചർ കുറയ്ക്കും, എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ ടീച്ചറ് മാർക്ക് കുറയ്ക്കും എന്നോട് പറയുവാണ്. അപ്പൊ ഞാൻ അത് വിട്ടു. അത് കഴിഞ്ഞ് മൂന്നാമത്തെ പ്രാവശ്യം വീണ്ടും വന്ന് പറയുവാണ്, അമ്മ ഇന്ന് അവനെ നല്ലോണം തല്ലിയ ടീച്ചറ്, നല്ല രീതിയിൽ ചുമന്ന് തിണർത്തിട്ടുണ്ട്, അവൻ കുറെ നേരം കരയുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊന്നും മിണ്ടില്ല, കാരണം ഇവരിങ്ങനെയല്ല പറയുന്നേ, മിണ്ടിയിട്ട് കാര്യമില്ല. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആവുമ്പോ പറയുവാണ്, അമ്മ അവന്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു, ഹെഡ് മാസ്റ്റർ കാണാനായിട്ട് പോയി, ആ ടീച്ചർ സോറി പറഞ്ഞു. ഓക്കെ. അപ്പൊ ഈ ഒരു രീതി ശരിയല്ല, കാരണം കുട്ടികളെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ. അതായത് ആ കുട്ടി എന്തോ ചെയ്യട്ടെ, അതായത് പറഞ്ഞ് മനസ്സിലാക്കുക, ചെറിയ പണിഷ്മെന്റുകൾ കൊടുക്കാം. പക്ഷെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, ഡസ്റ്ററൊക്കെ എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാല്, കണ്ണിലൊക്കെ കൊണ്ടു കഴിഞ്ഞാല്, കണ്ണിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ആരാ സമാധാനം പറയാ? ആ കുട്ടിക്കല്ലേ പോവാ,
ആ കുട്ടിക്കും പോവും, ആ കുട്ടിയുടെ പാരന്റ്സിന് പോവും അല്ലെ. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർത്തും അനുവദിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള ടീച്ചേഴ്സും അതുപോലെ ഇത് പിന്തുടരുന്ന സ്കൂളുകളും ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ തീർത്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനടി തന്നെ കംപ്ലൈന്റ് ചെയ്യുക. പിന്നെ ഇപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ കംപ്ലൈന്റ് ചെയ്തു മാം, ബട്ട് എന്റെ മോള് ടാർഗറ്റ് ആയി മാം. ആക്ച്വലി ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അവള് ഇവിടെ പഠിക്കും ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. സോ ഞാൻ ഒരു ഇതും ഇല്ലാതെ ഞാൻ അവിടെ ചേർത്തത്. മീൻസ് ജസ്റ്റ് 1 year കല ഇരിക്കട്ടെ എന്ന്. ആദ്യം കാണുമ്പോ നല്ല പാങ്ങുണ്ടായി, എല്ലാരും ഓക്കെ ഉണ്ടായി. ഈവൻ അവൾ മിടിക്കായിരുന്നു. സോ എല്ലാ ടീച്ചേഴ്സിനും ഓക്കെ, ബട്ട് ഒരു ടീച്ചേഴ്സ് മാത്രമേ ഒരു ഇത് എന്ത് അവളെ കണ്ടൂടാ, ആ ക്യാരക്ടറിലാണ് ഉണ്ടായത് ആള്. സോ ആദ്യം ഇങ്ങനെ പറഞ്ഞു, ഇവള് എന്തെന്ന് റീസൺ പറയൂല. ആദ്യം പറഞ്ഞു ബാക്ക് വേദന മമ്മീന്ന്, എന്തേന്ന് ചോദിച്ചെങ്കിൽ പറഞ്ഞൂല. നെക്സ്റ്റ് കൈ റെഡ് ആയിട്ടുണ്ടായി, പിന്നെ ഇയർ പിഞ്ച് ചെയ്യല്. ഇത് ഇവള് പറയൂല. ഇവളെ ഫ്രണ്ട് കോൾ വിളിച്ചിട്ട് പറയൂ, ആന്റി ഇന്ന് ഇങ്ങനെ ആക്കിനി തന്നിഷിക്കാക്ക് മാം ഇങ്ങനെ. ഇവളോട് ചോദിക്കുമ്പോ ഇവള് പറയൂല. എന്തിനു പറഞ്ഞു, പേടിയാ, ടീച്ചറിനെ പേടിയാ, അടുത്ത ദിവസം ആദ്യം അത് അധികാവൂന്ന്. അത് ഞാൻ പോയിട്ട് ചോദിച്ചപ്പോ എന്തായി, ഭയങ്കര പ്രശ്നമായിട്ടുണ്ടായിരുന്നു. ഞാൻ തല്ലലേ ഇല്ല, എന്തിനിങ്ങനെ കളവ് പറയുന്നു, അവള് ഭയങ്കര കളവ് പറയുന്നതെന്ന് പറഞ്ഞിട്ട് അവക്ക് ഒരു ടാഗ് ലൈൻ ഇട്ട് കൊടുത്തു. സ്കൂളിൽ ഫുള്ള് വാണ്ടഡ് ആക്കിയിട്ട് ആ 1 year അവള് ഫുൾ വാണ്ടഡ് ആയിട്ടുണ്ടായിരുന്നു മാം. എല്ലാ പേരൻസ് വരും, അതാരി കുഞ്ഞാ, അതാരി അമ്മേ ആ കുഞ്ഞിന്റെ, ഇങ്ങനെ വന്നിട്ട് കേൾക്കൽ. മീൻസ് ഗവൺമെന്റ് സ്കൂൾ ആ ആളെ അണ്ടറിൽ തന്നെ ഉണ്ടായ മാതിരി ഉണ്ടായിരുന്നു ആ സ്കൂൾ. മീൻസ് സീനിയർ ടീച്ചറും ആയിരുന്നു. സോ ആള് പറഞ്ഞ എല്ലാരും വിശ്വസിച്ചു, ഈ കുഞ്ഞ് പറഞ്ഞ വിശ്വസിച്ചില്ല. പിന്നെ ലാസ്റ്റ് നമുക്ക് എന്തായി, ആ മാമിന്റെ ഏകദേശം തെറ്റി എല്ലാ ക്ലാസ്സിൽ നിന്ന് കംപ്ലൈന്റ് വരാൻ സ്റ്റാർട്ടായി മാം. സോ ആദ്യം വോയിസ് റൈസ് ആക്കിയത് ഞാൻ, എന്റെ മോൾക്ക് വേണമായിട്ട് ഞാൻ റൈസ് ആക്കി. അത് അന്ന് തെറ്റായി ടീച്ചേഴ്സിങ്ങൾക്ക്, എല്ലാ ആടെയുള്ള ടീച്ചേഴ്സിന് അന്ന് തെറ്റായി. നിങ്ങൾ ഇപ്പൊ പ്രൈവറ്റിക്ക് പോയില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യട്ടെ, അവര് ചെയ്ത മാതിരി നിങ്ങൾ ഉണ്ടാവില്ലേ. ഞങ്ങൾ ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇങ്ങനെ ട്രീറ്റ് ആക്കുന്നതെന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ലാസ്റ്റ് നമുക്ക് എല്ലാ പേരൻസ് പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കാൻ സ്റ്റാർട്ട് ആക്കി ആ മാമിന്റെ. ആ മാം ഇല്ലെങ്കിൽ തല്ലലിന്റെ, കുഞ്ഞുങ്ങൾ കിടന്ന് നോക്കലില്ല, എടേടോ തല്ലും. അത് പിന്നെ ഭയങ്കര വയലന്റ് ആയിട്ട് ഒരു ദിവസം അവളെ മാസ് കാർഡ് എടുക്കാൻ പോകുമ്പോ ഫുൾ പബ്ലിക് ആയിട്ട്, ഈവൻ ടീച്ചേഴ്സിനൊക്കെ റൈറ്റ്സ് ഇല്ല, പബ്ലിക് ആയിട്ട് ഒരു അമ്മേന ഇത് മീൻസ് ഷൗട്ട് ആക്കി മുണ്ടുന്ന റീസണേ ഇല്ല ഒരു ടീച്ചേഴ്സ് ആയവർക്ക്. അന്ന് മാസ് കാർഡ് എടുക്കാൻ പോകുമ്പോ ഭയങ്കര ഷൗട്ട് ആക്കിയിട്ട് ആളെന്നോട് സംസാരിച്ചു. ഒരു 10-20 പേരൻസ് ഉണ്ട്. ഇവൻ അപ്പുറത്തെ ക്ലാസ്സിലെ ടീച്ചേഴ്സുകളും ഐ മീൻ പേരൻസും വന്നിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ലാസ്റ്റ് കൊന്നേ പറഞ്ഞു മാമോട്, നിങ്ങൾ ടീച്ചറായിട്ട് ഇങ്ങനെ ഷൗട്ട് ചെയ്യാൻ പാടില്ല, ഒന്ന് പേഴ്സണൽ ആയിട്ട് കോൺടാക്ട് ചെയ്യുക, ഇല്ലെങ്കിൽ വേറെ തന്നെ മീറ്റിംഗ് വെച്ചിട്ട് നമ്മളോട് സംസാരിക്കാം. ഇങ്ങനെ ആളെ കൂട്ട വെച്ചിട്ട് ഓരോ ആൾക്കാരുടെ മുമ്പിൽ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പൊ ആള് പറയുന്നു, നിങ്ങൾ ഇപ്പൊ എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന, ഞാൻ നിങ്ങളെ ഇൻസൾട്ട് അല്ല ചെയ്യുന്ന, എനക്ക് ഹെഡിന്ന് എനക്ക് പ്രോബ്ലം ആയിട്ടുണ്ട് അന്ന് പറയുന്നുണ്ട്. ഹെഡിന്ന് പ്രോബ്ലം ആയതിന് എന്നെ എല്ലാരും മുമ്പിൽ വെച്ചിട്ട് എന്നെ ഷൗട്ടാക്കിയത് ആള്. സോ അതിനെ ഞാൻ കംപ്ലൈന്റ് ചെയ്യുന്നെന്ന് പറയുമ്പോ പിന്നെ എല്ലാ പേരൻസ് പറഞ്ഞു, വേണ്ട വിട്ടുവിട്, നിനക്ക് ജസ്റ്റ് അത്രക്കല്ലേ ഇല്ലൂ, കുഞ്ഞ് ഒരു 4 മാസമൊക്കെ ഇല്ല, നീ എന്തിന് ഇതാക്കുന്നു. ബട്ട് അതെന്തായി പറഞ്ഞെങ്കിൽ അവക്ക് റിസൾട്ടിൽ ഭയങ്കര കല്ലായി മാം. അവള് മാർക്കൊന്നും അവർ ഗ്രേഡ് ഇട്ടതൊന്നും അങ്ങനെ ആയിരുന്നു. സോ ലാസ്റ്റ് ഞാൻ വിട്ടു. ഇനി അധികം ഇതാക്കിയാൽ അവള് അധിക ഗ്രേഡ് പോവും. അങ്ങനെ ആയതുകൊണ്ട് ഞാൻ വിട്ടു മാം. സംടൈംസ് ഞമ്മന്നെ മീൻസ് ഞമ്മ അട സൈലന്റ് ആവേണ്ടി വരുന്നു ഈ ടീച്ചേഴ്സുകളെ മുമ്പില്. എന്തു ചെയ്യാനി കഴിയ, നമുക്ക് ഗ്രേഡിനോ എന്തു ചെയ്യാനി കഴിയാലോ. സോ അവക്ക് ഭയങ്കര ലോ ഗ്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എ കിട്ടുന്നട ബി ആക്കിയിട്ടുണ്ടായിരുന്നു, B+ കിട്ടിയടാ, അങ്ങനെ കുറെ മാർക്ക് ചേഞ്ചസ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബാഡ് എക്സ്പീരിയൻസ് ആയിട്ടുണ്ടായത് എനക്ക് അവളത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. സോ അപ്പൊ ടീച്ചേഴ്സിനൊക്കെ പറഞ്ഞു, ഞങ്ങൾ ടീച്ചേഴ്സാണ് ഒരു ഇതായിക്കൂടാന്ന് പറയുന്നത്. എന്താണെന്നറിയാം മാം, ഗവൺമെന്റ് ടീച്ചേഴ്സിന് എന്ന് പറഞ്ഞാൽ അവര് ക്ലാസ് എടുത്താലും എടുത്തില്ലെങ്കിലും അവർക്ക് ആ 1 മന്ത് ക്ലിയർ ആകുമ്പോൾ അവർക്ക് സാലറി കയറും. പക്ഷെ പ്രൈവറ്റ് ടീച്ചേഴ്സിന് എന്ന് പറഞ്ഞാൽ അവർ അത്രയും ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ അവർക്ക് ആ മന്തിലെ സാലറി വരും. ഒരു ക്ലാസ് ടീച്ചേഴ്സിന്റെ ഇതുണ്ടെങ്കിൽ, ചാർജ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ ക്ലാസ്സിൽ ഏതെങ്കിലും കുട്ടികൾ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ റീസണും ഈ ടീച്ചർ കൊടുക്കണം. എന്തുകൊണ്ടാണ്, ഏത് ടീച്ചറെ ക്ലാസ്സിലാണ് ഇതായി, അങ്ങനെ ഒരു റീസൺ കൊടുക്കണം. നമ്മള് ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്ത് കൊടുക്കുന്നു എന്നതിലാണ്, എന്ത് കിട്ടുന്നു എന്നതിലല്ല ടീച്ചറുടെ മഹത്വം എന്ന് പറയില്ലേ. അത് സത്യമാണ്. നമ്മൾ എത്രത്തോളം കുട്ടികളെ കെയർ ചെയ്ത് കുട്ടികൾക്ക് എത്രത്തോളം കൊടുക്കുന്നോ അതിനനുസരിച്ചാണ് കുട്ടികളുടെ ഭാഗത്ത് നമുക്ക് തിരിച്ചു കിട്ടുന്ന സ്നേഹം പോലും. അത് സാലറിയുടെ അല്ല. ഈ പ്രൈവറ്റ് ടീച്ചേഴ്സിന് പക്ഷെ നല്ലോണം സാലറി കുറവാണ് കേട്ടോ. പക്ഷെ ഗവൺമെന്റ് ടീച്ചേഴ്സിന് പറഞ്ഞാൽ നല്ലോണം സാലറി ഉണ്ട്. പക്ഷെ രണ്ടുപേരുടെയും പെരുമാറ്റം ഡിഫറെന്റ് ആണ്.
അതാണ് പറഞ്ഞത്, ടീച്ചർ എന്ത് കൊടുക്കുന്നു എന്നതിലാ കാര്യം, കിട്ടുന്നു എന്നതിലല്ല എന്ന് പറയുന്നത്. എല്ലാ ഗവൺമെന്റ് ടീച്ചേഴ്സിനെയും അങ്ങനെ പറയാൻ പാടില്ല. കാരണം ചിലരുണ്ട്, 10ൽ 1-2 പേര് അങ്ങനെയുണ്ട്. എല്ലാ ടീച്ചേഴ്സിനെയും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് ഗവൺമെന്റ് സ്കൂളിലാണ്. ഞാൻ സത്യം പഠിച്ചിട്ടുള്ളതും അങ്ങനെ സത്യമാണ്. തന്നെയാണ്. എന്റെ മക്കള് പഠിച്ചതും അങ്ങനെ എയ്ഡഡ് സ്കൂളിലാണ് അവർ പഠിച്ചത്. എയ്ഡഡ് സ്കൂളിലാണ് അവർ പഠിച്ചത്. പക്ഷെ എനിക്ക് ഇതുപോലെ ഇപ്പൊ അങ്കിത പറഞ്ഞ പോലെ പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാനതിൽ സ്ട്രോങ് ആയിട്ട് തന്നെ അവരോട് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ മോൾക്ക് ഇപ്പോൾ +2 പഠിക്കുന്ന ഒരു ക്രിസ്ത്യൻ പ്രൈവറ്റ് സ്കൂളാണ് പഠിക്കുന്നത്. അവൾക്ക് ഇപ്പോഴും എന്തെങ്കിലും ഒരു പ്രോബ്ലം അവൾ അച്ഛനെ വിളിക്കുന്നതിനേക്കാളും നല്ലത്, ഞാൻ ഗൾഫിലായിരുന്നപ്പോൾ പോലും അമ്മ മറുപടി പറയണം എന്നാണ് അവൾ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ ഓപ്പൺ ആയിട്ട് ഒരാളുടെയും മുഖത്ത് നോക്കാതെ തെറ്റും ശരിയും നോക്കി തന്നെ ഞാനത് സംസാരിച്ചിട്ടുണ്ട്. അത് എന്റെ മോളുടെ ഭാഗത്താണെങ്കിൽ അവരുടെ മുമ്പിൽ തന്നെ ചിലപ്പോൾ മോളോട് ചീത്ത പറയും. കാരണം ടീച്ചേഴ്സിന് കൊടുക്കേണ്ട റെസ്പെക്റ്റും മാന്യതയും നമ്മൾ അവർ കൊടുക്കണം. അതുപോലെ കുട്ടികൾക്കും സെയിം ഈക്വൽ റെസ്പെക്ട് ആണ് കൊടുക്കേണ്ടത്. അത് എവിടെയാണെങ്കിലും അതിന് വലിപ്പ ചെറുപ്പം ഒന്നുമില്ല. ഇപ്പൊ ഞാൻ എന്റെ പ്രായത്തിൽ താഴെ ഒരാൾക്ക് നമ്മൾ റെസ്പെക്ട് കൊടുക്കുന്നെങ്കിൽ അത് അവരുടെ പ്രായത്തിനല്ല, അവരുടെ കഴിവിനും അവരുടെ എക്സ്പീരിയൻസിനാണ് നമ്മൾ അവർക്ക് റെസ്പെക്ട് കൊടുക്കുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ ടീച്ചേഴ്സ് എല്ലാവരും എല്ലാ തരക്കാരും ഒരുപോലെ ആവണമെന്നില്ല. പ്രൈവറ്റ് സ്കൂളിലാണെങ്കിലും ഇതേ എക്സ്പീരിയൻസ് കിട്ടുന്ന ആളുകളുണ്ട്. പ്രൈവറ്റ് സ്കൂളിൽ ഞങ്ങൾ ഈ പണിയെടുത്താൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് പാരന്റ്സിനോട് മിസ്ബിഹേവ് ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവരോട് ആ രീതിയിൽ സംസാരിക്കുന്നത്. കാരണം ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്, അപ്പൊ നിങ്ങൾ അതിൽ കഷ്ടപ്പെടണം. അത് മറ്റു രീതിയിലും സംസാരിക്കുന്ന ടീച്ചേഴ്സ് പ്രൈവറ്റ് സ്കൂളുകളിൽ ഉണ്ട്. പക്ഷെ ഞാനിപ്പോ ഇങ്ങനെ പറയാൻ കാരണം മൊത്തത്തിൽ എല്ലാ ടീച്ചേഴ്സിനെയും നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. കാരണം നമ്മളും ഒരു ടീച്ചിങ് പദവിയിലേക്ക് പോകേണ്ട ആൾക്കാരാണ്. നമുക്കും ഭാവിയിൽ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മള് അത് ഇങ്ങനെയുള്ളതിൽ അപ്പൊ ഓരോരുത്തർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അതിനോടനുസരിച്ച് നമുക്ക് എങ്ങനെ ബിഹേവ് ചെയ്യാം അവരുടെ മുമ്പിൽ എന്നുള്ളത് നമുക്കും ഒരു അനുഭവമാണ് ശരിക്കും പറഞ്ഞത്. അപ്പൊ ഞാൻ വർക്ക് ചെയ്ത സമയത്തും എന്നെ എല്ലാ പാരന്റ്സിനും ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പഠിപ്പിക്കാത്ത കുട്ടികൾക്ക് പോലും എന്നെ ഇഷ്ടമായിരുന്നു. ഞാൻ അങ്ങനെയാണ് അവരോട് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. എന്റെ മോളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഞാൻ മറ്റു കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കും. എന്റെ മോൾക്ക് വേണ്ടി എന്ന് ഞാൻ പറയില്ല. ഒരു പാരന്റ്സ് മീറ്റിംഗിൽ പോയാലോ അല്ലെങ്കിൽ സ്കൂളിലെ ഗ്രൂപ്പിൽ പറയുമ്പോഴോ ഞാൻ എന്റെ മകളുടെ റെപ്രസെന്റ്, അതായത് ഞാൻ പറയുന്നത് എന്റെ മകളിലൂടെയാണ് ഞാൻ ഈ സ്കൂളിലെ കുട്ടികൾ, അവളുടെ ക്ലാസ്സിലെ കുട്ടികളെ കാണുന്നത്, അല്ലെങ്കിൽ അവളുടെ ഒപ്പത്തിനുള്ള കുട്ടികളെ കാണുന്നത്. അപ്പൊ അവൾക്ക് ഇത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഈ ക്ലാസ്സിലുണ്ട്, വായിക്കാനാണെങ്കിലും പഠിക്കാനാണെങ്കിലും നോട്ട്സ് എഴുതുന്നതിനും അതേ കാലിബറുള്ള കുട്ടികളാണ് എന്ന്. കാരണം എന്റെ മോള് മാക്സിമം ആവറേജ് ഉള്ള കുട്ടിയാണ്. അപ്പം അവൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ട് നോട്ട് എഴുതാൻ പറ്റിയിട്ടില്ല പറഞ്ഞാൽ അവളെക്കാൾ താഴെയുള്ള കുട്ടികൾക്ക് ഒന്നും അറിയലുണ്ടാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഈക്വലായിട്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ക്ലാസ് എടുത്തു കൊടുക്കാനും നോട്ട്സ് പറഞ്ഞു കൊടുക്കാനും മാക്സിമം ടീച്ചേഴ്സ് ശ്രമിക്കണമെന്ന് എനിക്കറിയാം. നമ്മൾ മാക്സിമം നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യേണ്ട ടീച്ചേഴ്സ് ആണ് നമുക്ക് അറിഞ്ഞാൽ പോലും പറയേണ്ട പോലെ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് അവർ തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പോഴും എന്റെ മക്കള് ടീച്ചേഴ്സിനോട് ഞാൻ സംസാരിക്കും എന്ന് പറഞ്ഞാൽ അവർക്കത് പേടിയാണ്. കാരണം അവർക്കറിയാം ഞാൻ ഒന്നും നോക്കാതെയാണ് സംസാരിക്കുക. അത് എന്റെ മക്കളുടെ അടുത്ത് തെറ്റുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ ഞാൻ പറയും, ടീച്ചേഴ്സിന്റെ അടുത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ അതുപോലെ പറയും. പാരന്റ്സ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഭാവിയിൽ ടീച്ചേഴ്സ് ഭാഗ്യമുണ്ടെങ്കിൽ ടീച്ചേഴ്സ് ആയാൽ നമ്മൾ രണ്ടുമാണ്, പാരന്റും ആണ് അതുപോലെ ടീച്ചറും ആണ്. അപ്പൊ നമ്മൾ ഈക്വൽ ആയിട്ട് രണ്ടും ഫേസ് ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം എപ്പോഴും. അത് സത്യമാണ് കേട്ടോ. എല്ലാ ടീച്ചേഴ്സും ഒരേപോലെ കാണാൻ പാടില്ല. ചില ടീച്ചേഴ്സ് മാത്രമേ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതിപ്പോ ഏത് ഇതിലാണ് ചിന്തിക്കുക അങ്ങനെ തന്നെയാണ്. അതാ ഞാൻ പറയുന്നത്, ടീച്ചേഴ്സ് കൊടുക്കുന്നിടത്താണ് ടീച്ചർക്ക് കിട്ടുന്ന കുട്ടികളുടെ അടുത്ത് നിന്നുള്ള കിട്ടുന്ന സ്നേഹം എന്ന് പറയുന്നത്. സെയിം അത് പറയാൻ വന്നു. എല്ലാ ടീച്ചേഴ്സും എന്നല്ല, അവിടെ വലിയ 4 ടീച്ചേഴ്സ് അവളെ ഗുഡ് എന്ന് പറഞ്ഞെങ്കിൽ ഇത് ഒരേ ടീച്ചർ അവളെ ബാഡ് എന്ന് പറയും. ഇവൻ ഞനക്കത് കംപ്ലൈന്റ് ഉണ്ടായിരുന്നില്ല. ബട്ട് എന്റെ പേരൻസ്, ഇപ്പൊ ഞാൻ ഈടെ ഉണ്ടായപ്പോ പ്രഗ്നന്റ് ഉണ്ടായപ്പോ എന്റെ പേരൻസ് പോവല്ലോ ഗാർഡിയൻ ആയിട്ട്, എന്റെ ബ്രദറും മമ്മിയും പോയിട്ടുണ്ടായി. അപ്പൊ അവര് ഇത് പറഞ്ഞാലും മറുപടി നിങ്ങളെ മോള് ശരിയില്ല, ഇത് പറയാൻ പാടില്ലല്ലോ, ടീച്ചേഴ്സ് ആയവർക്ക് ഇത് പറയാൻ പാടില്ലല്ലോ. അവരെ മോള് മാത്രല്ലല്ലോ ഇവിടെ പഠിക്കുന്ന, അപ്പോ അവളെ തൻഷികനെ അമ്മ അങ്ങനെ പറയാൻ പാടില്ല, അവള് ശരിയില്ല. ഇപ്പോഴും അതന്നെ പറയൂ. മമ്മി എന്റെ കസിന്റെ മോനെ കൂട്ടാൻ പോയെന്നെങ്കിൽ അത് ഇപ്പോഴും പറയും. അത് പാടില്ല എന്ന് ഞാൻ പറയുന്നത്. എന്റെ മോക്ക് വേണമെങ്കിൽ ഞാൻ അവിടെ സംസാരിക്കുന്നു. ഞാനിന്നല്ല, എന്റെ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ 5 പേരൻസ് പറയും നിങ്ങൾ ഇനിച്ചിട്ട് പറഞ്ഞ് നമുക്ക് ഇങ്ങനത്തെ കംപ്ലൈന്റ് ഉണ്ട്. എന്നെ മുമ്പോട്ട് കടത്തിയിട്ട് ഇവര് ബാക്കോട്ട് സൈലന്റ് ആവും. മീൻസ് അവര് 4 ആൾ കാണലേ ഇല്ല, ഞാൻ മാത്രം ഹൈലൈറ്റ് ആയിട്ട് ഇപ്പൊ അവിടെ വാണ്ടഡ്, ഞാൻ വാണ്ടഡ്. സോ അതാ പ്രശ്നമായിട്ടില്ലത്. ഞാനത് ഓക്കെ എന്ന് പറയല്ലോ. ഗവൺമെന്റ് ആവട്ടെ മറ്റേതാവട്ടെ ടീച്ചേഴ്സ് എല്ലാരും ഈക്വൽ ആയിട്ട് റെസ്പെക്ട് കൊടുക്കാം. പഠിക്കാത്ത കുഞ്ഞുങ്ങളെ എങ്ങനെ വേണമെങ്കിൽ പഠിപ്പിക്കട്ടെ, ഞാൻ അതിലൊക്കെ അഗ്രിയാം. ഞാനിപ്പോ അവള് മൈൻഡ് ആക്കൂല ക്ലാസ്, അപ്പൊ പറയൂ അവരെ മുമ്പിൽ തന്നെ പറയൂ, അവളെ ഷൗട്ട് ആക്കും ഞാൻ മോള മാമോട് പറയൂ, മാം അവളെ കെയർ ആക്കാതെ അപ്പൊ അവളെ ഇതാക്കി. ബട്ട് അല്ലാത്ത ടൈമിൽ അവള് ചെയ്യാത്ത തെറ്റിന് അവളത് എന്ന് പറയുമ്പോ സങ്കടാവും.
ഇവൻ ആരോ കുഞ്ഞ് അവളെ ബുക്ക് എടുത്തിട്ട് ഇവളെ ബുക്ക് രണ്ടാളും മാറ്റിട്ട് കൊണ്ടുവന്നിട്ടു. ഇവള് വന്നിട്ട് എന്റെ പറഞ്ഞു മമ്മി അവള് മാറ്റി തന്ന എന്റെ ബുക്ക് എന്ന്. നെക്സ്റ്റ് ഡേ പോയപ്പോ ടീച്ചർ എന്നോട് പറയുന്നത് നിങ്ങളെ മോവക്ക് ഭാഷയില്ല, അവള് എപ്പോഴും ഇങ്ങനെ തന്നെ മറ്റവരെ സാധനം അവൾ എടുത്തിട്ട് കൊണ്ടവളി, അവക്ക് എന്തേ കണ്ണ് കാണുന്നില്ലേ, ചെവി കേൾക്കുന്നില്ലേ, ആ കുഞ്ഞിന്റെ ബുക്ക് എന്തിനു ഇവള് കൊണ്ടുപോകണമെന്ന്. അപ്പൊ ഞാൻ ആ എന്റെ കുഞ്ഞിനെ എടുത്തിട്ട് തന്നെ ഞാൻ ചോദിച്ചു ആ ടെക്സ്റ്റ് ബുക്ക് ആരും മാറ്റിയത്. അപ്പൊ പറയുന്ന ആ കുഞ്ഞ് ഞാൻ മാറ്റിയത്, അവരെ അപ്പറെ തമ്മിലും മാറ്റിയത്. അപ്പൊ ടാർഗറ്റ് ആക്കി അറിയാ തൻഷിക്കനെ മാത്രമേ ടാർഗറ്റ് ആക്കിയോ. നിങ്ങളെ മോളതേ തെറ്റ് അവിടെ ഒരു ക്ലാസ്സിൽ ഒരാള് തെറ്റ് ചെയ്താള് പേര് വെക്ക്, തെറ്റ് ചെയ്യുന്ന കുഞ്ഞ് വേറെ, ആ ടീച്ചർ കംപ്ലൈന്റ് ചെയ്യുന്നത് തൻഷിക. ഇത് റോങ്ങല്ലോ. അവിടെ എല്ലാം 5-10 സ്റ്റുഡന്റ് പറയൂ തൻഷിക ചെയ്തതല്ല എന്ന് പറയൂ. ബട്ട് ഈ മാം എന്താക്കും ആർഗ്യൂ ആക്കുന്നത്, ഇല്ല തൻഷിക തന്നെ ചെയ്തത് എന്ന് ആർഗ്യൂ ആക്കും. അത് എനക്ക് ഇഷ്ടമില്ലാത്ത ഞാൻ പോയിട്ട് കംപ്ലൈന്റ് ചെയ്തു. അത് ആ ടീച്ചർക്കായില്ല. മൊത്തത്തില് ഫുള്ള് അവിടെ എത്ര 10 ടീച്ചേഴ്സ് ഉണ്ടായി. ആ ടീച്ചർ ആ തൻഷിക നമ്മനെ കെയർ ചെയ്യണ്ട, ആള് ഭയങ്കര ആള് എന്ന് പറഞ്ഞിട്ട് എന്നെ നോട്ടേഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ പോയിട്ട് എന്തിനും ഞാൻ മാർക്ക് കാർഡ് ആവട്ടെ TC മണിക്കണി വരെ ഞാൻ പോയിട്ടാ. എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്ത ക്ലാസ് ആയിരുന്നു അത്. മീൻസ് എന്റെ മോൾ അത്ര ഒന്നും ഇതാക്കിയിട്ടുണ്ടായിരുന്നു. ആളുണ്ട് ബ്രില്യന്റ്, അവക്ക് എത്ര വേണോ അത്രക്ക് ഉണ്ടായിരുന്നു. ബട്ട് ആ ടീച്ചർ മാത്രം അവളെ അത്രക്കും മോശമായിട്ട് അവളെ എന്ത് പറയാ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ അതുകൊണ്ട് ഇപ്പോൾ അവള് പേടിക്കും. ഞാൻ ഈ കൊല്ലം ഈടന്നെ ചേർക്കാ പറയുമ്പോ ആ സ്കൂൾക്ക് ഞാൻ പോവില്ല, ആ ടീച്ചർ ഉണ്ടെങ്കിൽ ഞാൻ ആ സ്കൂളിൽ പോവില്ല എന്ന് ഇപ്പോഴും പറയും. അതൊരു എന്താ പറയാ അവളെ ലൈഫിൽ തന്നെ അതൊരു ബ്ലാക്ക് പോയിന്റ് ആയിട്ടുണ്ട് ആ സ്കൂള്. സോ അത് എനിക്ക് ഇഷ്ടമല്ല. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഒരു സ്കൂളിൽ അവരെ ഓർമ്മ വെക്കണം, അവരെ ടിൽ എൻഡ് ഓഫ് ലൈഫ് എഡ്യൂക്കേഷൻ ലൈഫിൽ അവർ ആ സ്കൂൾ ഓർമ്മ വെക്കണം. അവർ അത് ബാഡ് ആയിട്ട് ഇമാജിനേഷൻ ചെയ്തുകൂടാ. സോ അവളെ മൈൻഡിൽ ഇപ്പൊ അത് ഒരു ബ്ലാക്ക് ലിസ്റ്റ് ആയിട്ടുണ്ട് ആ സ്കൂൾ തന്നെ. മീൻസ് അതെന്തെന്ന് പറയുന്നത് ഒരു ടീച്ചറിനായിട്ട് അത് സ്കൂൾ ഇപ്പൊ ബ്ലാക്ക് ലിസ്റ്റ് കാണുന്നില്ലേ. സോ അങ്ങനെ ആയിക്കൂടാന്ന് ഞാൻ പറഞ്ഞു. മീൻസ് ഞാൻ എന്റെ കോൺവെർസേഷൻ ഒരു കുറച്ച് ഇതായി, ബട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അപ്പൊ അതെന്തോ മാതിരി ആയതുകൊണ്ട് ലാംഗ്വേജ് ഒരു മാതിരി ആയതുകൊണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, പാരന്റ്സിനെ കസ്റ്റമേഴ്സ് ആയിട്ടാണ് ഇപ്പൊ കൂടുതലും കണ്ടുവരുന്ന ഒരു രീതി എന്ന് പറഞ്ഞാല്. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്താ പറയാ ശാന്തമായിട്ടിരിക്കുക, എപ്പോഴും പീസ്ഫുൾ ആവുക, അതുപോലെ തന്നെ റെസ്പെക്ട്ഫുൾ ആവുക, പാരന്റ്സിനോട് വേണ്ട രീതിയിൽ റെസ്പെക്ട് കാണിക്കുക, അവരോട് നല്ല രീതിയിൽ പെരുമാറുക എന്നുള്ളതൊക്കെ ടീച്ചേഴ്സിന് പറയുന്ന ക്വാളിറ്റീസ് ആണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, പാരന്റ്സ് ദേഷ്യപ്പെട്ടാലോ അല്ലെങ്കിൽ അവര് മോശം വാക്കുകള് ഡെബ്രിസ് ആയിട്ടുള്ള വേർഡ്സുകൾ പറഞ്ഞാലോ ഒക്കെ എന്ത് ചെയ്യരുത്, ടീച്ചേഴ്സ് അതിനോട് പ്രതികരിക്കരുത്, റിപ്ലൈ ചെയ്യരുത്. അങ്ങനെയാണോ? ഇപ്പോ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇത് മാനേജ്മെന്റ് സ്കൂളിൽ അങ്ങനെ ഒരു സംഭവം, അതായത് പ്രൈവറ്റ് സ്കൂളുകളിൽ അങ്ങനെ ഒരു സംഭവം വരുന്നത് ഇവർക്ക് പാരന്റ്സിനെ കൂടെ നിർത്തിയാൽ മാത്രമേ സ്കൂളിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് ഒരു കുട്ടിയെ ഒരു കുറഞ്ഞ ഇപ്പൊ ഇവർക്ക് ഈ റേഷ്യോ വരുന്ന സംഭവം അത് പ്രൈവറ്റ് സ്കൂൾ അത്ര ഇല്ലെങ്കിൽ പോലും പാരന്റ്സിനെ കൂടെ നിർത്തിയപ്പം അവരെന്ത് പറഞ്ഞാലും മാക്സിമം താഴ്മയോടുകൂടി നമ്മൾ ക്ഷമയോടുകൂടി കേട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ. ഇപ്പം പ്രൈവറ്റ് ടീച്ചേഴ്സിന്റെ ഭാഗം അതൊരു ഗതികേടാണ് ശരിക്കും പറഞ്ഞാൽ. ഇത്രയെങ്കിലും നമുക്ക് തിരിച്ച് പറയാനുള്ള ഒരു, കാരണം അവരുടെ ഭാഗം ന്യായീകരിക്കാനുള്ള ഇതെങ്കിലും അവർക്ക് കൊടുക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ആയിരിക്കും ടീച്ചേഴ്സിന് ആ ഒരു വോയിസ് ഇല്ലാതെ പോവുകയാണ്, അവരുടെ സ്പേസ് അവിടെ പോവുകയാണ്. കാരണം അവർ തീരെ റെസ്പെക്ട് ഇല്ലാതായി പോവാണ് അവിടെ. ടീച്ചേഴ്സിനാണ് നമ്മൾ എപ്പോഴും റെസ്പെക്ട് കൊടുക്കേണ്ടത്, നമ്മൾ ചെറുപ്പം മുതൽ പഠിക്കുന്നത്. പക്ഷെ ഇപ്പം അത് നേരെ ഓപ്പോസിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ് കാണുന്നത്. അത് കറക്റ്റ് മാം. ഇപ്പൊ പിള്ളേർക്ക് അത് അറിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ടീച്ചർ ചെയ്താലും നമുക്ക് കംപ്ലൈന്റ് ചെയ്യാന്ന്. ഇപ്പൊ LKG UKG പിള്ളേർ അത് പറയും, നിങ്ങൾ എന്നെ തച്ചെന്നെങ്കിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യൂന്ന്. ചൈൽഡ് കെയർക്ക് കംപ്ലൈന്റ് ചെയ്യൂ, യു ഡോണ്ട് ഹാവ് എ റൈറ്റ്സ് ടു ഷൗട്ട്, ഇങ്ങനെയുള്ള പറയുന്ന കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ടീച്ചേഴ്സാണ്, നമുക്ക് പ്രൈമറിലി പഠിപ്പിച്ച ടീച്ചർ ഇങ്ങനെ കിട്ടിയപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിമക്ക് എത്രയെല്ലാം തച്ചിട്ടുണ്ടാവും, എത്ര ഷൗട്ട് ചെയ്തിട്ടുണ്ടാവും, ഇവൻ നിങ്ങൾ എത്ര മീൻസ് അടുത്ത സ്കൂളിന്റെ അടിക്കുന്ന പിടിക്കുന്ന ക്ലീനിങ് എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പത്തെ പിള്ളേർക്ക് നമുക്ക് ക്ലീനിങ് വരെ കൊടുക്കാൻ കഴിയുന്നില്ല എന്ന്. എന്തേ മാം ചോദിച്ചപ്പോ അവര് പറയും ഞങ്ങൾ ചൈൽഡ് ലേബറിൽ കംപ്ലൈന്റ് കൊടുക്കും, ഇല്ലെങ്കിൽ നമ്മളെ സ്റ്റുഡന്റ് കൗൺസിലിംഗിൽ കംപ്ലൈന്റ് കൊടുക്കും, നമ്മളെ പണിയെടുത്താളെന്ന് ഇപ്പത്തെ പിള്ളേർ പറയുന്നുണ്ട്. സോ നമ്മൾ ഐ മീൻ 19s കിഡ്സ് ടീച്ചേഴ്സിന് റെസ്പെക്ട് കൊടുക്കുന്നുണ്ടായി. ഇപ്പത്തെ കിഡ്സ് ടീച്ചേഴ്സ്ക്കല്ല, ടീച്ചേഴ്സ് ഇപ്പൊ കിഡ്സ്ക്ക് റെസ്പെക്ട് കൊടുക്കുന്ന മാതിരി ആയിട്ടുണ്ടോ നമ്മളെ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടിട്ട് നമുക്ക് ഒരു വിഷമം ഉണ്ടാന്ന്. ബട്ട് സം ടീച്ചേഴ്സിനൊക്കെ ആ റെസ്പെക്ട് കിട്ടൂല.
ബട്ട് കൊറേ ഇല്ല അങ്ങനത്തെ ആൾക്കാർക്ക് കൊടുത്തുകൂടാന്ന് ഞാൻ പറയും. ഇപ്പൊ എന്റെ മോൾക്കായ അങ്ങനത്തെ ടീച്ചേഴ്സിനൊക്കെ അല്ല മീൻസ് അവരെ ലൈഫ് ഈ കരിയറിൽ ഗുഡ് ആയിട്ടുണ്ടാവും. ബട്ട് സംടൈംസ് കുറെ ടീച്ചേഴ്സ് 100ൽ 1% ടീച്ചേഴ്സ് ഈ ബാഡ് ബിഹേവിയറിൽ ഇല്ല ടീച്ചേഴ്സിന്. സോ അവരെന്തു ചെയ്യാൻ കഴിയുന്നില്ല. ബട്ട് ഇപ്പത്തെ പിള്ളേർ റെസ്പെക്ട് കൊടുക്കുന്നില്ല, ടീച്ചേഴ്സിനൊക്കെ റെസ്പെക്ട് കൊടുക്കുന്നില്ല. ടീച്ചേഴ്സ് ഇപ്പൊ 2 ഭാഗത്തും റെസ്പെക്ട് കൊടുത്തിട്ട് ക്ലാസ് കണ്ടിന്യൂ ആക്കേണ്ടത്. അതെ അതെ. ഓക്കെ ഓക്കെ. അപ്പോ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇതാണ്, അതായത് അഗ്രസീവ് ആവരുത്, കോപം മുതലായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാനായിട്ട് പോകരുത്. പാരന്റ്സ് എന്ത് തന്നെ പറഞ്ഞാലെന്ന് പറയുന്നുണ്ട്. പിന്നെ സ്കൂളിന് പുറത്തായിട്ട് പാരന്റ്സിനെ കാണാനോ അവരുടെ അനാവശ്യമായിട്ടുള്ള എന്താ പറയാ ചില ആവശ്യങ്ങളൊക്കെ ചില നീഡ്സ് ഒക്കെ അവർ പറയുമ്പോൾ അതിന് വഴങ്ങാനോ ടീച്ചേഴ്സ് നിൽക്കരുതെന്നാണ് പറയുന്നത്. സ്കൂളിന് പുറത്ത് ഉള്ള സംഭാഷണങ്ങളൊക്കെ ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ മാളിൽ വെച്ചിട്ട് ചിലപ്പോ ടീച്ചേഴ്സിനെ മീറ്റ് ചെയ്യാം, ചില പാരന്റ്സ് മീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ചിലപ്പോ ബീച്ചിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യാം, ചിലപ്പോ തിയേറ്ററിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള സമയത്തൊക്കെ കുട്ടിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് അവിടെ വെച്ച് ഡിസ്കസ് ചെയ്യാനായിട്ട് പാടില്ല. കുട്ടികളുടെ കാര്യങ്ങൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത് സ്കൂളുകളിലായിരിക്കണം. അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? യെസ്, യോജിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അനാവശ്യമായിട്ടുള്ള വർത്തമാനങ്ങൾ നമ്മൾ സ്കൂളിന് പുറത്ത് വെച്ച് നടത്തരുതെന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ എന്താ പറയാ, ടീച്ചേഴ്സ് ആയാലും മാനേജ്മെന്റിന്റെ വിവരം, അതായത് മാനേജ്മെന്റ് പറയുന്ന രീതിക്ക് അനുസരിച്ചിട്ട് വേണം ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ കുട്ടികൾക്ക്. പിന്നെ ടീച്ചേഴ്സ് സ്വന്തമായിട്ടുള്ള ഒപ്പീനിയൻസ് ഒന്നും തന്നെ ചേർക്കാനായിട്ട് പാടില്ല. അതായത് ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ചില ടീച്ചേഴ്സ് ഉണ്ട്, അവരെന്ത് ചെയ്യുന്നോ, അതായത് മാനേജ്മെന്റ് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞേക്കും കുട്ടികളോട് പറയാൻ വേണ്ടിയിട്ട്. മാനേജ്മെന്റ് ടീച്ചേഴ്സിന്റെ ഹെഡിനോട് പറയും, ഹെഡ് അത് ടീച്ചേഴ്സിനോട് പറയും. അങ്ങനെയല്ല നമ്മുടെ ഒരു ക്രമം എന്ന് പറയുന്നത്, അങ്ങനെയാണ് ഒരു ഓർഡർ. അപ്പോ ഈ ഒരു കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് എല്ലാ സ്കൂളിലെയും എല്ലാ ക്ലാസ്സിലെയും എല്ലാ ക്ലാസ് ടീച്ചർമാരുമാണ് ചെയ്യുന്നത്. അപ്പൊ ഇൻഫോർമേഷൻ കൊടുക്കുന്ന സമയത്ത് മാനേജ്മെന്റ് പറയുന്ന കാര്യങ്ങൾ മാത്രം കുട്ടികളോട് ഡെലിവർ ചെയ്യാം, അതായത് പറയാം. ഒരിക്കലും അതിന്റെ കൂടെ നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ചേർക്കരുത്. ചില ടീച്ചേഴ്സ് എന്ത് പറയും, കുട്ടികളുടെ മുമ്പിൽ വെച്ച് പറയും, മാനേജ്മെന്റ് തീരുമാനം ഇങ്ങനെയാണ്, ഇത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ എന്താ പറയാ എനിക്ക് ഇതിനോട് യോജിക്കാനായിട്ട് പറ്റുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ മാനേജ്മെന്റിനെ ഒരു കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, ടീച്ചേഴ്സ് കുട്ടികളോട് പറയാം. കുട്ടികൾ ഇത് ആരോട് ചെന്ന് പറയും? ആരോടാ പറയാ? കുട്ടികൾ ആരോടാ പറയാ? ചിന്തിച്ചു നോക്കൂ. പാരന്റ്സിനോട് പറയും അവര്, അല്ലെ? കുട്ടികൾ എന്ത് ചെയ്യും, നമ്മളോട് വന്ന് പറയാറില്ലേ? കുഞ്ഞുങ്ങൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മളോട് വന്ന് ഓപ്പൺ ആയിട്ട് പറയും അല്ലെ? വൈകുന്നേരങ്ങളിൽ ഈവനിങ് ടൈമിലൊക്കെയാണ് കൂടുതൽ അല്ലെ? ആ ഒരു കാര്യം ഞാൻ പിന്നീട് പറയട്ടെ, എപ്പോഴാണ് കുഞ്ഞുങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ പറയാം, അത് ഞാൻ ഒന്ന് ഡിസ്കസ് ചെയ്യട്ടെ. അപ്പൊ പാരന്റ്സിനോട് വന്ന് പറയുന്നു, പാരന്റ്സ് എന്ത് ചെയ്യും? ഇത് ആരെ അറിയിക്കും? മാനേജ്മെന്റിനെ. ഇവിടെ മാനേജ്മെന്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ആരുടെ ജോലിയാ പോവുക? ഓക്കെ. അപ്പൊ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ആ മാനേജ്മെന്റിനെ കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യരുത് കേട്ടോ. അതായത് നമുക്ക് ആ കുട്ടികൾക്ക് അറിയാം, അതായത് കുട്ടികൾ തീരെ ചെറിയ കുട്ടികളാണെങ്കിലും വലിയ കുട്ടികളാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യും, പാരന്റ്സിനോട് എന്ന് പറയും. പാരന്റ്സ് ഇത് അറിഞ്ഞു കഴിയുമ്പോൾ അതൊരു ഇത്, ടീച്ചർ ഇങ്ങനെ പറഞ്ഞല്ലോ, ടീച്ചർ അങ്ങനെ പറഞ്ഞു, അങ്ങനെയുള്ള ക്ലാഷസും കാര്യങ്ങളൊക്കെ വരും. അവര് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ആരെ കോണ്ടാക്ട് ചെയ്യും? മാനേജ്മെന്റിനെ കോണ്ടാക്ട് ചെയ്യും. മാനേജ്മെന്റ് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറുടെ ജോലി പോകും, അല്ലെങ്കിൽ ആ ടീച്ചർക്കെതിരെ എന്തെങ്കിലും ഒരു എന്താ പറയാ നടപടി ഉണ്ടാകും. ഓക്കെ. അപ്പോ ഈ മാനേജ്മെന്റ് എന്താണോ പറഞ്ഞത് അത് അണുവിട തെറ്റാതെ തന്നെ ചിൽഡ്രൻസ്, അതായത് കുട്ടികളുടെ അടുത്ത് നിന്ന് പറയാം. അതിനകത്ത് നമ്മൾ സ്വന്തം അഭിപ്രായങ്ങൾ ചേർക്കാനായിട്ട് പാടില്ല. നമുക്ക് സ്വന്തം അഭിപ്രായങ്ങൾ പറയാം. ആരോട് പറയാം? കുട്ടികൾ വഴിയാണോ നമ്മൾ പറയേണ്ടത്? നമ്മൾക്ക് നേരിട്ട് മാനേജ്മെന്റിനെ അറിയിക്കാം അല്ലെ? അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? നമ്മൾക്ക് എന്തെങ്കിലും കാര്യങ്ങളോ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് കൺസേൺസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ആരുടെ അടുത്തും പറയണ്ട, ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടി മാനേജ്മെന്റ് അറിയിക്കാവുന്നതാണ് കേട്ടോ. അപ്പോ അതുണ്ട്. പിന്നെ അതുപോലെ തന്നെ
മാനേജ്മെന്റ് തീരുമാനം എന്താണോ അത് പാരന്റ്സിനെ അറിയിക്കേണ്ടതാണ്. അത് കുട്ടികൾ വഴിയാണ് അറിയിക്കേണ്ടത്. ഒരിക്കലും അതിനിടയ്ക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ വേണ്ട. ഓക്കെ, അത് ഒരു ബാഡ് ഇമേജ് ഉണ്ടാക്കാനായിട്ട് ഒരു കാരണമാവും അല്ലെ? കുട്ടികൾക്കായാലും പാരന്റ്സിനായാലും ആ മാനേജ്മെന്റിനോടും ആ ടീച്ചേഴ്സിനെ കുറിച്ച് ഒരു ബാഡ് ഇമേജ് ഉണ്ടാക്കാനായിട്ട് അത് കാരണമാവുകയും ചെയ്യും. ഓക്കെ, ഇനി വേറൊരു കാര്യം ഞാൻ പറഞ്ഞത്, ഈ കുട്ടികള് വന്ന് പറയും, നമ്മളോട് കുറെ കാര്യങ്ങൾ പറയും അല്ലെ? വന്ന് പറയുന്ന ഒരു സമയമുണ്ട്. ഏതൊക്കെയാണ് ആ ടൈം എന്ന് പറയുന്നത്? ആ ടൈം സ്ലോട്ട് എപ്പോഴാണ് കുട്ടികൾ നമ്മളോട് വന്ന് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്? സ്കൂളിൽ നിന്ന് വന്നിട്ട് ഹോംവർക്ക് ചെയ്യുന്ന ടൈമിലുണ്ടാവും. ചില കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്ന സ്കൂളിൽ നിന്ന് വന്ന ഉടനെ തന്നെ ചായ കുടിക്കുന്ന സമയത്തൊക്കെ ഷെയർ ചെയ്യാറുണ്ട് അല്ലെ? ചില സ്ലീപ്പ് ഉറങ്ങുന്ന സമയത്തില്ലേ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങള് സംസാരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന സമയം എന്ന് പറയുന്നത് ആ സ്ലീപ്പിംഗ് ടൈമിലാണ്. അതായത് ഉറങ്ങാനായിട്ട് പോകുന്ന സമയത്ത് അമ്മ അടുത്ത് കിടക്കുവാണെങ്കിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയും. അതായത് അവർക്ക് ചിലപ്പോ ഉറക്കമൊന്നും വരില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മളത് കേൾക്കാനായിട്ട് തയ്യാറാവുക കേട്ടോ, അതാണ് വേണ്ടത്. ഒരിക്കലും അതിനെ റിജക്ട് ചെയ്യാനായിട്ട് പാടില്ല. നീ ഒന്നും മിണ്ടാതിരിക്കുക, എനിക്ക് കിടന്നുറങ്ങണം എന്ന് പറയുന്ന അമ്മമാരുണ്ട്. ചില അമ്മമാര് പുറത്തൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ തുടങ്ങുന്ന സമയമായിരിക്കും അമ്മ ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. കുട്ടികൾ ഭയങ്കര സന്തോഷത്തോടു കൂടിയായിരിക്കും അത് പറയുന്നത്. നമുക്കറിയാം ഭയങ്കര ചിരിച്ചിട്ടൊക്കെ ആയിരിക്കും അവര് പറയുന്നേ. അപ്പോ അവരെ കേൾക്കാനായിട്ട് തയ്യാറാവുക കേട്ടോ, അതൊരു കാര്യം. പിന്നെ വേറൊരു ടൈം എന്ന് പറയുന്നത് കുട്ടികൾ രാവിലെ എണീക്കും അല്ലെ? എണീക്കുന്ന സമയത്ത് അതായത് നമ്മളവരെ വിളിക്കും അല്ലെ? എണീക്കാനായിട്ട് നമ്മളവരെ വിളിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് മുടിയിലൊക്കെ ഒന്ന് തലോടി എന്താ പറയാ അവരുടെ കൈയൊക്കെ പിടിച്ച് എന്താണെന്നൊക്കെ ചോദിക്കാം, വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. അപ്പൊ അവർക്ക് കൂടുതൽ ആ എണീക്കാനും കൂടുതൽ എനർജറ്റിക് ആ ഒരു ഫീൽ അവിടെ ഉണ്ടാകും. നമ്മളോട് കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും അവർ വരും. ഓക്കെ, അപ്പൊ ഈ 3 ടൈമാണ് ശരിക്കും പറഞ്ഞാല് സ്ലീപ്പിംഗ് ടൈം ആണെന്ന് എനിക്ക് കുറച്ച്. എന്റെ മോൻ ഏറ്റവും കൂടുതൽ എന്നോട് സംസാരിക്കുന്ന ഉറങ്ങുന്ന സമയത്താണ്. ഞാനിപ്പോ പറയും, ഇടയ്ക്കൊക്കെ ഞാൻ പറയും ഒന്നും മിണ്ടാതിരിക്കും, എനിക്കൊന്ന് കിടന്ന് ഉറങ്ങണം, രാവിലെ എണീക്കാനുള്ളതാണ് എന്ന് ഞാൻ പറയും. നിനക്ക് വേറെ സമയമൊന്നും കിട്ടിയില്ലെന്ന് ഞാൻ ചോദിക്കാറുണ്ട് പറയാനായിട്ട്. പക്ഷെ ഭയങ്കരമായിട്ട് സന്തോഷത്തോടു കൂടി ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടിയിട്ടൊക്കെയാണ് കാര്യങ്ങൾ അവൻ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ 1 മണിക്കൂറോളം അവൻ എന്നോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പോ ഞാൻ ഉറങ്ങി പോകട്ടെ ആ സമയത്തിനിടയ്ക്ക്, എന്നാലും കേൾക്കും, മൂളിക്കൊണ്ടേയിരിക്കും എന്താണ് പറയുന്നതെന്ന് കേൾക്കാനായിട്ട്. അപ്പോ ശരിക്കും പറഞ്ഞാല് നമ്മള് കുട്ടികളെ കേൾക്കാനായിട്ടുള്ള ഒരു സമയം നമ്മൾ അവിടെ കൊടുക്കാന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, എന്റെ മോന്റെ ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്റെ മോന് രണ്ട് സമയങ്ങളിലാണ് എന്നോട് കൂടുതൽ സംസാരിക്കുന്നത്. മാം പറഞ്ഞ പോലെ ഉറങ്ങുന്ന സമയത്ത്, ഉറങ്ങാൻ കിടന്നാല് അവൻ ആദ്യം ഒരു സ്റ്റോറി ഒക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ എന്തെങ്കിലും ഞാൻ ബ്ലണ്ടേഴ്സ് ഉണ്ടാക്കി അങ്ങ് പറഞ്ഞാലും ഓക്കെയാണ്, അവനത് ഓക്കെ വിശ്വസിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവന്റെ സ്റ്റോറി അങ്ങ് തുടങ്ങും. ഞാൻ എങ്ങനെയെങ്കിലും ഒരു 10:30 ആകുമ്പോ ഇവനെ ഉറക്കാന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഇവൻ കഥ പറഞ്ഞ് അവിടുത്തെ പറഞ്ഞു, ഇവന്റെ ഫ്രണ്ടിന്റെ പറഞ്ഞു, അത് പറഞ്ഞു, ഇത് പറഞ്ഞു, ബസ്സിലെ കാര്യം പറഞ്ഞു. അയ്യോ ഒന്നും പറയണ്ട. പിന്നെ ഒരു ടൈമാണ് ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്ത്. ആ സമയത്ത് എന്നെ വിളിച്ചോണ്ടിരിക്കും. ഇവിടെ ഏട്ടനും ഇവിടെ ഉണ്ടെങ്കിൽ 2 ആൾക്കാരും അവിടെ ഇരുന്നോളണം. അവന്റെ അടുത്ത് അവിടെ പോയി നിൽക്കണം, അല്ലെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് ഒരു ചെയർ ഇട്ട് അവിടെ ഇരിക്കണം. എന്നിട്ട് ഇങ്ങനെ ഇവന്റെ സ്റ്റോറി മൊത്തം നമ്മൾ കേൾക്കണം. ഈ ബാത്റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര കോൺസെൻട്രേറ്റ് ആയിട്ട് എനിക്ക് അവൻ ചിന്തിക്കാൻ തോന്നുന്നു എന്തൊക്കെയാ പ്രീവിയസ് ആയിട്ട് നടന്നതെന്ന്. അപ്പൊ ആ സമയത്ത് ഭയങ്കരമായിട്ട് സംസാരിക്കും. ഇതേപോലെ എല്ലാ കാര്യം ചോർത്താൻ പറ്റുന്ന സമയം ഈ ടൈമും കൂടിയാ. സെയിം മാം, എന്റേത് ഇടാ തന്നെ അവസ്ഥ. അല്ല നിങ്ങൾ പറഞ്ഞില്ല മാം, പിള്ളേര് പറയുന്ന കേക്കണോന്ന്. അപ്പൊ അവള് പറയുന്നു, കേട്ടോ മമ്മി കേട്ടോ, അതാ നിങ്ങളെ മിസ് വരെ പറയുന്നുണ്ട്, പിള്ളേര് പറയുന്ന കേക്കണം, നീ കേക്കലേ ഇല്ലല്ലോന്ന്. മീൻസ് അവളെ സമയം എപ്പോ പറഞ്ഞാലും ഒന്ന് ടോയ്ലറ്റിൽ ഇരുന്നപ്പോ കഥ മുന്നോണ്ടുണ്ടാവും. പിന്നെ കുളിപ്പിക്കുമ്പോ അങ്ങനെ വെള്ള തലക്ക് പോറാൻ ഇല്ല മമ്മി, ഞാൻ ഇത് സ്റ്റോറി കംപ്ലീറ്റ് ആക്കട്ടെ, ഇടങ്ങനായി. പിന്നെ വർക്കിക്ക് നോക്കും. ഞാൻ ഇടീ ദിവസം പണിയെടുത്തിട്ട് അവളെ ചെറുതിനെ ഓർമ്മിച്ചിട്ട് 5 മിനിറ്റ് റെസ്റ്റ് കിട്ടാണ്ട് പറയുമ്പോ ഇവിടെ സ്റ്റോറി സ്റ്റാർട്ടോ. അവിടെ അങ്ങനായി, ടീച്ചർ ഇങ്ങനെ പറഞ്ഞോണ്ടാവും. ആക്ച്വലി നമ്മളെ അമ്മമാരെ മെയിൻ ടൈം അവരെ ഫ്രീ ടൈം എന്ന് പറയാം പിള്ളേരത്. നമുക്ക് ഉറങ്ങണം ബാത്തൊക്കെ പോകണം എന്ന് പറയുമ്പോ അവരെ സ്റ്റോറി സ്റ്റാർട്ടാവും. അപ്പോ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? പാരന്റ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് കേട്ടോ.
തോന്നുന്നു നെക്സ്റ്റ് 2 ടോപ്പിക് വായിച്ച് പറഞ്ഞു കഴിഞ്ഞെന്ന് തോന്നുന്നു ഇതില്. അതെ അല്ലെ, ചിൽഡ്രൻ നിങ്ങൾ വായിച്ചായിരുന്നു. അപ്പോ ഈ ഒരു ടീച്ചിങ്ങിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതേസമയം നമ്മള് കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണം. ഈ കുട്ടികളെ എപ്പോഴും പാരന്റ്സ് ഒബ്സർവ് ചെയ്യുന്നുണ്ട് അല്ലെ? നമ്മുടെ കുട്ടികളെ നമ്മൾ വാച്ച് ചെയ്യാറില്ലേ? അല്ലെ? കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്? ടീച്ചേഴ്സിനെയും പാരന്റ്സിനെയൊക്കെ വാച്ച് ചെയ്യാറുണ്ട്. അതായത് ഒരു ടീച്ചർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ആ ടീച്ചറിന്റെ സംസാരം, അതുപോലെ തന്നെ പെരുമാറ്റം, അതുപോലെ തന്നെ അവരുടെ വസ്ത്രധാരണം, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ധാരാളം ടീച്ചേഴ്സ് ഉണ്ടാകും. അതിനകത്ത് നമ്മൾ ഓർക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് അവരുടെ സംസാരം അല്ലെ? അവരുടെ സംസാര രീതി നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ തന്നെ അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നമ്മളോട്. അതുപോലെ തന്നെ അവരുടെ വസ്ത്രധാരണം, അവർ ഏത് വസ്ത്രമാണ് ധരിക്കുന്നത്. ഒരു അപ്പിയറൻസിന് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈൽ ഭയങ്കരമായിട്ടുള്ള ആഡംബരത്തോട് കൂടിയിട്ടുള്ള വസ്ത്രധാരണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മള് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എപ്പോഴും വസ്ത്രം ധരിക്കുക. അതുപോലെ തന്നെ നമ്മളെ തന്നെ കെയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നല്ല രീതിയിൽ ഇപ്പൊ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് റെഡി ആകാം അല്ലെ? ഭയങ്കര ഹ്യൂജ് മേക്കപ്പ് ഒന്നും അല്ലട്ടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ചില ടീച്ചേഴ്സ് ചെയ്യാറുണ്ട്. ഞാനൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെ. ചില ടീച്ചേഴ്സിനെയൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് അട്രാക്ഷൻ തോന്നും. അതായത് അവര് നല്ല സാരിയൊക്കെ ആയിരിക്കും ധരിച്ചിട്ട് വരിക. അതിനനുസരിച്ചിട്ടുള്ള ആക്സസറീസ്, ഈവൻ കമ്മല് മുതല് മാല, ക്ലിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ, ചെരുപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പൊ പെട്ടെന്ന് തന്നെ കുട്ടികൾ, ഇപ്പൊ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളിലാണെങ്കിലും ഈവൻ ഇതൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നോട്ട് ചെയ്യാറുണ്ട്. അപ്പോ ടീച്ചറുടെ സംസാരം, അതുപോലെ തന്നെ ടീച്ചറുടെ പെരുമാറ്റം, എങ്ങനെയാണ് അവര് കുട്ടികളോട് ബിഹേവ് ചെയ്യുന്നത് അല്ലെ? ചില ടീച്ചേഴ്സിനെ നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷം തോന്നും അല്ലെ? ചില ടീച്ചേഴ്സിന്റെ മുഖം കാണുമ്പോൾ തന്നെ, ഫേസ് കാണുമ്പോ ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് തോന്നും. ഭയങ്കര ചിലപ്പോ ചില ടീച്ചേഴ്സ് പാവ ടീച്ചർമാരായിരിക്കുള്ളൂ, ചിലവര് പാവമായിരിക്കും, അതുപോലെ തന്നെ എനർജറ്റിക്കും ആയിരിക്കും. ചില ടീച്ചേഴ്സ് ഭയങ്കരമായിട്ട് ദേഷ്യമുള്ള ടീച്ചേഴ്സ് ആയിരിക്കുള്ളൂ. അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളും അവരോട് പെരുമാറുന്നത്, അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ പാരന്റ്സിനോട് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, കുട്ടികൾ വാച്ച് ചെയ്യാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, ഈ കുട്ടികൾ ചെന്നിട്ട് പാരന്റ്സിനോട് പറയും, അമ്മേ ടീച്ചർ എന്ന ഈ ഒരു കളർ സാരിയാണ് ഉടുത്തിട്ട് വന്നത്, ടീച്ചറിന്റെ തലയിലുള്ള ക്ലിപ്പ് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, കുട്ടികൾ ചെന്ന് പാരന്റ്സിനോട് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ ടീച്ചേഴ്സ് ആയിട്ട് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നമ്മുടെ ടീച്ചിങ് മെത്തേഡ്, നമ്മുടെ വായന, റീഡിങ്, അതുപോലെ നമ്മുടെ എഴുത്ത്, എങ്ങനെയാണ് നമ്മൾ ബ്ലാക്ക് ബോർഡിൽ എഴുതുന്നത്. ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ അത് നിസ്സാര കാര്യമല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ അതൊരു ഈസി മെത്തേഡ് അല്ല ഒരു കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് കേട്ടോ. ഞാനിപ്പോ ഓൺലൈനിലുള്ള കാര്യമാണ്, ഓൺലൈനായിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നതെങ്കിൽ കൂടി ഓഫ്ലൈനിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഓരോ സ്റ്റെപ്സ്, നമ്മൾ ഓരോ മൂവ്മെന്റ് നടത്തുമ്പോഴും നമ്മൾ അവിടെ പഠിപ്പിക്കുന്ന രീതിയും ഒക്കെ എന്താണ്, ധാരാളം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിനൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ പഠിപ്പിക്കാനും നല്ലൊരു ഒരു റെസ്പെക്ട് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് കിട്ടുള്ളൂ. അപ്പോ അതിനനുസരിച്ച് നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ എല്ലാവരും ഒരേപോലെ ചെയ്യണം എന്നല്ല പറയുന്നത്. അവരെ കൊണ്ടാകുന്ന രീതിയിൽ ടീച്ചിങ് മെത്തേഡുകൾ ഇംപ്രൂവ് ചെയ്യുക. കുട്ടികളെ എങ്ങനെ നമ്മൾക്ക് മെരുക്കിയെടുക്കാം, നമ്മുടെ ടീച്ചിങ് മെത്തേഡിലൂടെ എങ്ങനെയാണ് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, ഇതൊക്കെ നമ്മൾക്ക് ഇംപ്രൂവ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്തൊരു കാര്യം ടീച്ചേഴ്സ് ചെയ്തു കഴിഞ്ഞാലും അതിനൊരു പർപ്പസ്, അതായത് ഏതെങ്കിലും ഒരു പർപ്പസ് ഉണ്ടായിരിക്കും. ഇപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ടീച്ചർ നോട്ട് ചെയ്തിട്ടൊക്കെ കുട്ടികളുടെ കയ്യിൽ കൊടുത്തു വിടാറുണ്ട് അല്ലെ? ഇപ്പൊ ഇവൻ കുട്ടികൾക്ക് ഡയറി, അതുപോലെ മറ്റു ബുക്സുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് നോട്ട് ചെയ്യാറുണ്ട്. നോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, പാരന്റ്സിന്റെ അടുത്ത് കൊടുത്തു വിടാറുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ നമ്മൾ കെയർഫുൾ ആവണം. എന്തൊരു ചെറിയ കാര്യമാണെങ്കിൽ പോലും നമ്മൾ കെയർഫുൾ ആയാലാണ് നല്ല രീതിയിൽ നമുക്ക് റെസ്പെക്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു പ്രൊഫഷൻ തുടർന്നുകൊണ്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ചെറിയ കാര്യമാണെങ്കിൽ പോലും നിങ്ങൾ നോക്കുക. അതായത് ചെറിയ കുട്ടികളാണെങ്കിലും വലിയ കുട്ടികളാണെങ്കിലും കുട്ടികളാണ്, അവർക്ക് നമ്മളെ പോലെ കേൾക്കാനും എല്ലാരും കാണാനും സാധിക്കും. എപ്പോഴും ആ ഒരു വിചാരം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം.
ഓക്കെ, മനസ്സിലായോ? എല്ലാ കാര്യങ്ങളും കുഞ്ഞുങ്ങൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു വിചാരം വേണം. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ് മാം. മാം ഒരു എക്സ്പീരിയൻസ് പറയട്ടെ. ഞാനിപ്പോ കുറച്ച് ദിവസം സ്കൂളിൽ പോയിട്ടോ. അപ്പോ എന്താണ് ഞാനങ്ങനെ അവര് ബാഗിലെല്ലാരും വെള്ളം കളയും. മിക്ക കുട്ടികളുടെയും കുറച്ച് അടപ്പ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ബാഗിൽ വെള്ളം പോവും. അപ്പം ഞാൻ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അവരോട് പറയും, നിങ്ങൾ എല്ലാവരും ബോട്ടിലെടുത്ത് ജനലിന്റെ അങ്ങനെ ഒരു അരമാരയുടെ സൈഡ് ഉണ്ട്, അവിടെ അങ്ങനെ വെക്കണം പറയും. അപ്പൊ ആരും കേൾക്കില്ല കേട്ടാ. ഇത് ചിലപ്പോൾ 2-3 പേരെ കേൾക്കും. അപ്പൊ ഞാൻ പിറ്റത്തെ ദിവസം ഞാൻ ഫസ്റ്റത്തെ 2 ദിവസം അങ്ങനെ പറഞ്ഞു. അപ്പൊ അവരൊന്നും ചെയ്തില്ല. പിന്നെ ഞാൻ കൊണ്ടുവന്ന ബോട്ടിലെടുത്തിട്ട് ഞാൻ ജനലിൽ വെച്ചു. ആരൊക്കെ ഫസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് വെക്കണമെന്ന് വെച്ചെങ്കിൽ അവർക്കൊക്കെ മാം ചോക്ക് വെച്ചിട്ട് ബോർഡിൽ എഴുതാൻ തരാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 10-15 പേരൊക്കെ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ചിലർ പറഞ്ഞു എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ അവിടെ വെക്കരുത്, ബാഗിൽ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ചിലവർ പറഞ്ഞു. പിറ്റത്തെ ദിവസം ഞാൻ സെയിം മെത്തേഡ് ചെയ്തു. എൻ്റെ ബോട്ട് എടുത്തിട്ട് ഫസ്റ്റ് അവിടെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഒട്ടുമിക്ക പേരും കൊണ്ടുവന്ന് വെച്ചു. 3-ാമത്തെ ദിവസം ഇതുപോലെ ചെയ്തു. അപ്പൊ എല്ലാവരും കൊണ്ടുവന്ന് വെച്ചു. എല്ലാവരും അവരവരെ ബോട്ടിൽ ഓരോ അലമാരയുടെ ഓരോ സൈഡിലായിട്ട് കൊണ്ടുവന്ന് വെച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെരുപ്പ് ഊരിടുമ്പോഴും അവരിങ്ങനെ വാരി ഇടുക ചെയ്യുക. എല്ലായിടത്തും ചെരുപ്പ് ഇങ്ങനെ വെതറിടും. അപ്പൊ ഞാനിങ്ങനെ ചെരുപ്പ് ഒരു ഭാഗത്ത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ദിവസം കുറച്ച് പേര് കൊണ്ടുവന്ന് വെച്ചു. പിറ്റേ ദിവസം എല്ലാവരും കൊണ്ടുവന്ന് വെച്ചു. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവരിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പറയണില്ലെങ്കിൽ പോലും അവര് അതിങ്ങനെ ആ ഓർഡറിൽ ഇങ്ങനെ അവർ ആയി വരും, ഒരുവിധം സമയം എടുത്തിട്ടാണെങ്കിൽ പോലും. ശരിക്കും ഇത് നമ്മള് ടീച്ചേഴ്സ് കുട്ടികൾക്ക് മാതൃകയാകണം എന്ന് പറയുന്നതിനുള്ള ഒരു ഉദാഹരണമാണ് ഇപ്പൊ പറഞ്ഞത്. കാരണം നമ്മൾ ചെയ്യുന്നതായിരിക്കും നമ്മുടെ കുട്ടികളാണെങ്കിലും നമ്മൾ പഠിപ്പിക്കും. അവർ നമ്മുടെ കുട്ടികളാണ്, അവർ നമ്മളെ ഫോളോ ചെയ്യുന്നത് അങ്ങനെയാണ്. നല്ലൊരു കാര്യമാണ് ആ ചെയ്തത്. നമുക്ക് ക്ഷമയും വേണം. കാരണം ഒരു ദിവസം ചെയ്ത് 2 ദിവസം ചെയ്ത് കുട്ടികൾ അത് ഫോളോ ചെയ്തില്ല എന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്താൽ പിന്നീട് അവർക്കത് ഇതാവില്ല. പക്ഷെ അവളത് സ്റ്റോപ്പ് ചെയ്യാണ്ട് കണ്ടിന്യൂ ചെയ്തത് കൊണ്ടാണ് കുട്ടികൾ അത് അവളുടെ കൂടെ നിന്നത്. അത് നല്ല കാര്യമാണ്. ഓക്കെ, അപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് പാർട്ട് 4 ഡെവലപ്മെന്റ് പ്രൊഫൈൽ എടുത്തിട്ടുണ്ടോ ഏതെങ്കിലും മിസ്സുമാര്? ഇല്ല. 6 എടുത്തോ? സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം തുടങ്ങി എടുത്തായിരുന്നോ? സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം എടുത്തു തോന്നുന്നു. ചാപ്റ്റർ എടുത്തോ? ഏതൊക്കെ ചാപ്റ്റർ എടുത്തു? 6 എടുത്തു, 7 എടുത്തു, പിന്നെ കഴിഞ്ഞ ദിവസം ചോദിച്ച സമയത്ത് 7 എടുത്തിട്ടില്ല, 5 എടുത്തിട്ടില്ല. 7 എടുത്തിട്ടില്ല അല്ലേ? 8, 9 ഒക്കെ എടുക്കാനാ. 8, 9 ഒക്കെ കഴിഞ്ഞല്ലോ. കഴിഞ്ഞു. 10 എടുത്തായിരുന്നോ? എടുത്തു, അത് കഴിഞ്ഞു. മൈൽഡ്രസ് മാം എടുത്തു. അപ്പോ 5ഉം 7ഉം ആണ് എടുക്കാനുള്ളത് അല്ലേ? ഫിഫ്ത് ചാപ്റ്ററും 7th ചാപ്റ്ററും അല്ലേ എടുക്കാനുള്ളത്? അതെ മാം, അതെ. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കട്ടെ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡെവലപ്മെന്റ് പ്രൊഫൈൽ എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ്. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. സൈൻ ഔട്ട് ഉണ്ടോ? ഇല്ല. എല്ലാവർക്കും ഭയങ്കര മടിയാണ് ശരിക്കും. ഈ മാസം കൂടി ചെയ്താൽ മതിയില്ലേ? അത് കഴിഞ്ഞാൽ തീർന്നില്ലേ ക്ലാസ്? ആരും ചെയ്യുന്നില്ലല്ലോ. അതൊരു സങ്കടം എന്റെ മാം. നെക്സ്റ്റ് മന്ത് ആകുമ്പോ എക്സാം 12th എക്സാം സ്റ്റാർട്ടായി. അപ്പൊ നമ്മളെ ക്ലാസ്സും കഴിഞ്ഞു. എല്ലാരും 12 മണിക്ക് കൂടുന്നുണ്ടായി. ഇനിയിപ്പോ അതും കഴിയാറായി. കഴിയാറായല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് മൺഡേ താങ്ക് യു മാം. താങ്ക് യു മാം.